ഹലോ, നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് നായകനായി ഇനി വരാനിരിക്കുന്ന ദിലീപിന്റെ പുതിയ പ്രൊജക്റ്റ് സിനിമകളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് വരുന്നത് ഓർഡറിലായിട്ടുള്ള സിനിമകളായിരിക്കും നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആയി വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം. ഭൂലോകം വെല്ലാനായി പോരണ സുൽത്താൻ, ഈ അംഗത്തിൽ തങ്കം പോൽ മിന്നുമൊരേ മാൻ. ആദ്യമായി ദിലീപിന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് പ്രശസ്ത സംവിധായകനായ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന പടമാണ്. ദിലീപിന്റെ പുതിയ വരുന്ന സിനിമകളിൽ ആദ്യം ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് 2026 ദിലീപിന്റെ ആദ്യം ഇറങ്ങുന്ന സിനിമയും അതുതന്നെ ആയിരിക്കും. പക്ഷെ ഇതുവരെ സിനിമയ്ക്ക് ടൈറ്റിൽ ഇട്ടിട്ടില്ല. ദിലീപിന്റെ 152ാമത്തെ സിനിമയായിട്ടാണ് ആ സിനിമ വരാനിരിക്കുന്നത്. പക്ഷെ റിലീസ് തീയതിയും ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ഷൂട്ടിംഗ് ജനുവരിയിൽ തന്നെ കഴിഞ്ഞതാണ്. പക്ഷെ ഇത്രയും നാള് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അപ്ഡേറ്റുകളൊന്നും വരാത്തതെന്ന് ചോദിച്ചാൽ ഇത് അത്യാവശ്യം ഒരു വലിയ പടമായെന്നാണ് പറഞ്ഞത്. അപ്പോൾ VFX വർക്കൊക്കെ നല്ലോണം ഉണ്ടാകും, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്ര ലേറ്റ് ആവുന്നത്. പിന്നെ ഈ സിനിമയുടെ പുതിയ റിലീസ് എന്ന് പറയുന്നത് ജൂൺ മാസമോ ഒക്കെ ആയിരിക്കും സിനിമയുടെ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. രണ്ടാമതായിട്ട് ദിലീപിന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് സത്യൻ അന്തിക്കാട് ദിലീപ് കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണ്. വിനോദയാത്രയ്ക്ക് ശേഷമാണ് ദിലീപും സത്യൻ അന്തിക്കാടും ഒന്നിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ചും ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ധ്യാൻ ശ്രീനിവാസനായിരിക്കും ഈ സിനിമ നിർമ്മിക്കാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരി ഷൂട്ടിംഗ് എപ്പോഴാണെന്ന് നമ്മൾ ഇതുവരെ അപ്ഡേറ്റ് ഒന്നും ആക്കിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും 2026 തന്നെ സത്യൻ അന്തിക്കാട് ദിലീപ് സിനിമ ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദിലീപിന്റെ നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കുറെ നാളുകളായി വന്നിട്ട്. അപ്പോൾ എന്തായാലും ആ സിനിമ അങ്ങനത്തെ ഒരു നല്ലൊരു സിനിമ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ റിലീസ് 2026 തന്നെ ഉണ്ടാകും, ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായി ദിലീപിന്റെ ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് റാഫിയുടെ തിരക്കഥയിൽ വരാൻ പോകുന്ന സിനിമയാണ്. 2 കൺട്രീസ് ഒക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ റാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംവിധാനം ചെയ്യുന്നത് വിയാൻ വിഷ്ണു എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ദിലീപിന്റെ ഒരു സൂപ്പർ ഹീറോ ഫിലിമിന് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് പറക്കും പപ്പൻ എന്ന സിനിമ. ഈ സിനിമ പക്ഷേ 2026 റിലീസ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. മിക്കവാറും 2027 ആയിരിക്കും പറക്കും പപ്പൻ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഫെബ്രുവരിയിലൊക്കെ തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. പക്ഷെ ഇതുവരെ തുടങ്ങിയിട്ടില്ല. മിക്കവാറും സത്യൻ അന്തിക്കാടിന്റെ സിനിമ കഴിഞ്ഞാലായിരിക്കും പറക്കും പപ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുക. സിനിമയുടെ ഒക്കെ കൂടുതൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി കാത്തിരിക്കും എന്തായാലും. പിന്നെ വരാനിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് തരുൺ മൂർത്തിയും ദിലീപുമായിട്ടുള്ള സിനിമയാണ്. അതും ഈ ദിലീപിന്റെ ഒരു സിനിമയുടെ സെറ്റിൽ പോയി തരുൺ മൂർത്തി ദിലീപിനെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തരുൺ മൂർത്തി ദിലീപ് പടം എന്തായാലും വരും. പക്ഷെ അത് 2026 വരില്ല, അതും 2027 തന്നെ വരികയുള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ആ സിനിമയുടെ കുറിച്ച് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ദിലീപ് തരുൺ മൂർത്തി പ്രൊജക്റ്റ് ഉണ്ടെന്ന കാര്യത്തിൽ അതൊന്ന് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. അത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് CID മൂസയുടെ 2ാം ഭാഗമാണ്. ആ സിനിമയുടെ അനൗൺസ്മെന്റ് 2026 CID മൂസ 2 ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ, അതുപോലെ തന്നെ ആരാണ് പ്രൊഡക്ഷൻ, അങ്ങനെ രീതിയിലും കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് ലിസ്റ്റിൽ കൂട്ടാം എന്തായാലും. പക്ഷേ സിനിമ ഇറങ്ങും 2026 വരുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതെന്തായാലും ഈ സിനിമയുടെ ലിസ്റ്റിൽ എന്തായാലും കൂട്ടി വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വരാം. അപ്പോൾ എന്തായാലും ബൈ ബൈ.